ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉള്ളിയും പച്ചമുളകും വഴറ്റിയിട്ട് നമ്മൾ മുട്ട ഒഴിക്കുകയാണ്. എന്നിട്ട് ചിക്കാണ് കേട്ടോ. അങ്ങോട്ട് പൊന്നാങ്കണ്ണി ചീര ഇട്ട് കൊടുക്കാം അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. പൊന്നാങ്കണ്ണിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് നല്ലതാണ്, നല്ല ശോചന ഉണ്ടാവും, ദഹന പ്രശ്നങ്ങൾ മാറിക്കിട്ടും, കണ്ണ് രോഗങ്ങൾക്ക് നല്ലതാണ്, കണ്ണിന് കാഴ്ചശക്തിക്ക് നല്ലതാണ്. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കേണ്ട, എൻ്റെ വീക്ക്നെസ്സാണ്. എല്ലാവർക്കും ഇത് കൊടുക്കാട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ പറയേ വേണ്ട. ഞങ്ങളുടെ പൊന്നാങ്കണ്ണിത്തോട്ടം കണ്ടില്ലേ, ഒരു തണ്ട് കിട്ടിയാൽ മതി, ഇളകിയ മണ്ണിൽ ഇട്ട് കൊടുത്താൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഫ്രീ ആയിട്ട് തരാം. കണ്ടില്ലേ, ഒരു തണ്ടിൽ നിന്നാണ് ഇത്രയും വലിയൊരു തോട്ടം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ടാങ്കിലും ഉണ്ട്, കണ്ടില്ലേ. ഇത് നുള്ളി നുള്ളി എടുക്കണം, അപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ വരും. കണ്ടില്ലേ, ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, തനിയെ ചീരയാക്കി കഴിക്കേണ്ട, ഏതെങ്കിലും ചീരയിൽ ആഡ് ചെയ്ത് കഴിക്കാം, മുട്ടയിൽ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ.